ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഡിക്ഷണറിയുടെ സെക്കൻഡ് കോഡിംഗ് പാർട്ടിലേക്ക് കിടക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ആഡിങ് ഓർ അപ്ഡേറ്റിംഗ് എലമെന്റ്സ് ടു ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. അപ്പം അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുഞ്ഞൊരു ഡിക്ഷണറി ഉണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു പുതിയ എലമെന്റിനെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കീ ഉപയോഗിച്ചിട്ടാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് നമ്മൾ ആദ്യം നമ്മുടെ ഡിക്ഷണറി പേരെടുക്കുക, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, അതിലേക്ക് നമ്മൾ പുതിയൊരു കീ കൊടുക്കുക. ഞാൻ വി എന്ന് പറയുന്ന ഒരു കീ ആണ് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ആ വിയിലേക്ക് പുതിയൊരു വാല്യൂ അസൈൻ ചെയ്യാം. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു 500 ആണ് വാല്യൂ അസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. എന്നിട്ട് നമ്മുടെ ഒറിജിനൽ ഡിക്ഷണറി പിന്നെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എ ബി സി അത് കഴിഞ്ഞിട്ട് വി 500 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കീ വാല്യൂ പെയർ ആഡ് ചെയ്തതായിട്ട് കാണാം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഇപ്പം മൾട്ടിപ്പിൾ വാല്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ഞാനിതിൽ വേറൊരു ജി എന്ന് പറയുന്ന വേറൊരു കീ ഇട്ടു. അതിലേക്ക് ഞാനൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് കയറ്റാൻ പോവാണ്. അപ്പം അത് ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ഞാൻ 12, 13, 14 എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് കൊടുത്തു. എന്നിട്ട് ഞാൻ ജി എന്ന് പറയുന്ന കീയിലേക്ക് ഈ ലിസ്റ്റ് ഓഫ് വാല്യൂസ് അസൈൻ ചെയ്യാണ്. ദെൻ നമ്മൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഒരു കീ വാല്യൂ പെയർ ജിയിലേക്ക് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് കയറിയിട്ടുള്ളതായിട്ട് കാണാം. ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസും ഒരു കീയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കീയിന്റെ കറസ്പോണ്ടിങ് വാല്യൂ മാറ്റം വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്റെ വാല്യൂ ഇപ്പം ഇത് മാറ്റിയിട്ട് 50 എന്ന് പറയുന്ന 50 എന്ന് പറയുന്ന വാല്യൂ മാറ്റിയിട്ട് എനിക്ക് അതിലേക്ക് വേറൊരു വാല്യൂ കയറ്റണം. അപ്പൊ ഞാൻ അതിന് ആദ്യം എന്റെ ഡിക്ഷണറി സെലക്ട് ചെയ്യുക. അതിലേക്ക് ഞാൻ എ എന്ന് പറയുന്ന എന്റെ കീ സെലക്ട് ചെയ്യുക. ഞാൻ അതിലേക്ക് എനിക്ക് എന്ത് വാല്യൂ ആണോ പുതിയതായിട്ട് കയറ്റേണ്ടത്, ഞാൻ ഇപ്പോൾ ഒരു പുതിയൊരു ഡിക്ഷണറി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ അതിന് എൻ എന്ന് പറയുന്ന ഒരു കീ കൊടുത്തു. അതിലേക്ക് 200 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തു. നെക്സ്റ്റ് ഞാൻ കെ എന്ന് പറയുന്ന ഒരു കീ കൊടുത്തു. അതിലേക്ക് 600 എന്ന് പറയുന്ന വാല്യൂ കൂടി കൊടുത്തു. ഓക്കെ, അപ്പം ഞാൻ എ എന്ന് പറയുന്ന കീയിലേക്ക് ഈ 50 എന്ന് പറയുന്ന ഒരു വാല്യൂ മാറ്റിയിട്ട് ഞാൻ പുതിയൊരു ഡിക്ഷണറി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഞാൻ എന്റെ എ ഇനി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എ എന്ന് പറയുന്ന വാല്യൂവിൽ ഉള്ള ആ ഒരു എ എന്ന് പറയുന്ന കീയിലേക്ക് ഉള്ള ഒരു വാല്യൂ മാറിയിട്ട് പുതിയൊരു ഡിക്ഷണറി അപ്ഡേറ്റ് ആയിട്ടുള്ളത് കാണാം. അപ്പം നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടൊരു കീയിലേക്ക് പുതിയൊരു വാല്യൂ ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വേറൊരു മെത്തേഡ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ കീ വാല്യൂ പെയർസ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെയൊക്കെ നമ്മൾ കീ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ കീ വാല്യൂ പെയർ ആണെങ്കിൽ ഒരു സിംഗിൾ കീയിലേക്കാണ് മൾട്ടിപ്പിൾ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം എ ഡോട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു എന്താ പറയുക ഒരു ഡിക്ഷണറി ഓഫ് കീ വാല്യൂസ് ആഡ് ചെയ്യാണ്. അപ്പം അതിൽ ഇപ്പം നമ്മുടെ കയ്യിൽ എയും ബിയും ഓൾറെഡി ഉള്ള കീസാണ്. ഞാൻ ഇപ്പോൾ പുതിയ കീസാണ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാനിതിൽ എ ബി സി എന്ന് പറഞ്ഞിട്ടൊരു കീയും കൊടുക്കാണ്, ബി സി ഡി എന്ന് പറയുന്ന ഒരു കീയും കൊടുക്കാണ്. അത് മാത്രമല്ല ഞാൻ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കീ കൂടി കൊടുക്കാണെന്ന് വിചാരിക്കാം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ സി എന്ന് പറയുന്ന കീ എക്സിസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ ആ കീയിലേക്ക് പുതിയൊരു വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അപ്പോൾ അതിലേക്ക് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 200, 300 എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ സിൻടാക്സ് കറക്റ്റ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ അപ്ഡേറ്റ് ആയിട്ട് ഇത് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് എ വന്നു, ബി വന്നു. ദെൻ നമ്മൾ എ ബി സി എന്ന് പറഞ്ഞ 100 എന്ന് പറഞ്ഞ വാല്യൂ കയറി, ബി സി ഡി എന്ന് പറഞ്ഞ 200 എന്ന് പറഞ്ഞ വാല്യൂ കയറി. നമ്മുടെ സിയിൽ നമുക്ക് മുന്നേ ഉണ്ടായിരുന്നത് 200 ആയിരുന്നു. അത് മാറിയിട്ട് ഇപ്പം നമ്മുടെ ലിസ്റ്റ് ഓഫ് വാല്യൂസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം അപ്ഡേറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് എക്സിസ്റ്റിംഗ് കീയിലേക്ക് പുതിയൊരു വാല്യൂനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പുതിയ കീ വാല്യൂ പെയർസിനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്തത് ലൂപ്പിംഗ് ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം അതിൽ ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ കീൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, വാല്യൂൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൽ കീ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ വാല്യൂന് ഒരു ലിസ്റ്റും ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പം ഇതിൽ സിപ്പ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ലൂപ്പ് ഉപയോഗിക്കാൻ പോവാണ്. അപ്പം ഞാൻ അതിൽ ഫോർ ഐ ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് കീ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനതിൽ എയിലേക്ക് തന്നെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എ ബി സി എന്ന് പറയുന്ന പുതിയ ആൾക്കാർ, ഇപ്പം നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ എ ബി സി, ബി ജി, എ ബി സി, ബി സി ഡി എന്ന് പറയുന്ന കീസാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ സ്മോൾ ലെറ്റേഴ്സ് എ ബി സി അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് 200, 300, 100, 200, 300 എന്ന് പറഞ്ഞ വാല്യൂസ് കൊടുക്കാനായിട്ട് പോകണം. അപ്പം ഞാൻ ഫസ്റ്റ് രണ്ട് ലിസ്റ്റസ് ക്രിയേറ്റ് ചെയ്തു. കീൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, വാല്യൂൻ്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു റേഞ്ചിൽ ഞാൻ കീൻ്റെ ലിസ്റ്റിന്റെ ലെങ്ത് പോലെയാണ് കൊടുത്തത്. ഇത് കീ ലിസ്റ്റ് ലെങ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മളിപ്പം എത്ര എലമെന്റ്സ് ഉണ്ടോ ആ ഒരു എലമെന്റ്സിന്റെ നമ്പർ കൊടുത്താൽ മതി. ഇപ്പം 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കൊടുത്താലും മതി. ഓക്കെ, അപ്പം ഇതാകുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി സിസ്റ്റമാറ്റിക് ആവും. ഇപ്പം നമുക്ക് കീ ലിസ്റ്റിന്റെ ഉള്ളിലത്തെ എലമെന്റ്സ് അറിയില്ല എങ്കിൽ, എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് അറിയില്ല എങ്കിൽ നമ്മൾ ലെങ്ത് ഓഫ് കീ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്ക് ഇത്തിരി കൂടി എളുപ്പമായിരിക്കും. നമ്മളത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്പർ എത്ര വരുന്നത് എന്നുള്ളത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡിക്ഷണറി, ഈ എ എന്ന് പറയുന്ന ഡിക്ഷണറി നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക്
കീന്റെ ഓരോ എലമെന്റ്സ് കയറുമ്പോൾ കറസ്പോണ്ടിങ് വാല്യൂ ലിസ്റ്റിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ് കയറണം. ഓക്കെ, അപ്പോൾ വാല്യൂ ലിസ്റ്റിൽ നമ്മൾ ഐ എന്ന് പറയുന്ന ഒരു എലമെന്റിനെ വിളിക്കുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടാണ്. അതുപോലെ കീ ലിസ്റ്റിൽ ABC വിളിക്കുന്നതും അതിന്റെ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടാണ്. ഇനി നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ABC എന്ന് പറയുന്ന കറസ്പോണ്ടിങ് കീസും അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസും കയറിയിട്ടുള്ളതായിട്ട് കാണാം. ഇങ്ങനെയാണ് നമ്മൾ കീ വാല്യൂ ലിസ്റ്റസ് ഉപയോഗിച്ചിട്ട് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിക്ഷണറിയിലേക്ക് പുതിയ കീ വാല്യൂ മൾട്ടിപ്പിൾ കീ വാല്യൂ പെയർസിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കെട്ടുന്നത്. ഇനി നമുക്ക് ഇതിൽ വേറൊന്ന് ചെയ്യാൻ പറ്റുന്നത് മെർജിങ് ആണ്. മെർജിങ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ വേറൊരു ഡിക്ഷണറി ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ B is equal to എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുവാണ്. അതിൽ എനിക്ക് ABC എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കീ കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു വാല്യൂവിനെ കിട്ടാം. അതുപോലെ തന്നെ ഞാൻ അതിൽ വേറെ BCD CDE എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത വാല്യൂസിനെ കെട്ടാൻ പോവാണ്. BCD അതിൽ ഞാൻ 300 കൊടുത്തു. അപ്പോൾ പിന്നെ CDE കൊടുത്തു. അതിലേക്ക് ഞാൻ 500 കയറ്റി. ഓക്കെ, ഇനി ഞാൻ എൻ്റെ കയ്യിൽ A എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഡിക്ഷണറി എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ A ഒന്നും കൂടി പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് A ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വരുന്നത് ഇതുപോലെ ഒരു ഡിക്ഷണറിയാണ്. ഈ ഡിക്ഷണറിയിലേക്ക് ഞാൻ B എന്ന് പറയുന്ന ഡിക്ഷണറിനെ മെർജ് ചെയ്ത് കയറ്റാനായിട്ട് പോവാണ്. അപ്പോൾ അതൊരു ഈസി മെത്തേഡാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു വാരിയബിൾ C എന്ന് പറഞ്ഞൊരു വാരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. C1 എന്ന് പറഞ്ഞൊരു വാരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മളൊരു ഡിക്ഷണറി കൊടുക്കുക. ദെൻ നമുക്ക് ആദ്യം കയറ്റേണ്ട ഡിക്ഷണറി, ഇപ്പം ഞാൻ ആദ്യം B എന്ന് പറഞ്ഞ ഡിക്ഷണറിയാണ് കയറ്റാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ സ്റ്റാർ B എന്ന് കൊണ്ട് പറഞ്ഞിട്ടിടാം. ദെൻ അടുത്തത് എനിക്ക് A എന്ന് പറഞ്ഞ ഡിക്ഷണറിയാണ് കേട്ടത്. ദെൻ A കൊടുത്തിടാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ദെൻ നമ്മൾ C1 ഇനി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായി നമുക്ക് കണ്ടോ, ABC BCD ആൻഡ് CDE എന്ന് പറഞ്ഞിട്ടുള്ള ആ 3 എലമെന്റ്സ് കീ വാല്യൂ പെയർസ് നമ്മുടെ ഫസ്റ്റത്തെ B എന്ന് കയറിയിട്ടുണ്ട്. ദെൻ A എന്ന് അത് മെർജ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് 2 ഡിക്ഷണറീസിന് മെർജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്ഡേറ്റ്. ഇതേപോലെ തന്നെ നമുക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അപ്ഡേറ്റ് ഞാൻ മുന്നേ കാട്ടി തന്നിട്ടുള്ളതാണ്. ഇവിടെ കിടക്കുന്ന അപ്ഡേറ്റ് മെത്തേഡ് ഞാൻ കാട്ടി തന്നിട്ടാണ്. അതിൽ ഞാൻ A.update B എന്ന് പറഞ്ഞു കൊടുത്താലും നമുക്കിത് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് റീനെയിം കീ ഓഫ് എ ഡിക്ഷണറി. നമുക്ക് എങ്ങനെയാണ് ഒരു ഡിക്ഷണറിന്റെ ഉള്ളിലത്തെ കീനെ റീനെയിം ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഞാനൊരു വാല്യൂ കയറ്റി, പക്ഷെ എനിക്ക് ആ വാല്യൂ അല്ല വേണ്ടത്, എനിക്ക് വേറൊരു കീ പേരായിരുന്നു അതിൽ വേണ്ടത്. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കുന്നത്. തൽക്കാലത്തേക്ക് ഞാനിവിടെ C1 അല്ല B എന്ന് പറയുന്ന എന്റെ ഡിക്ഷണറി തന്നെ യൂസ് ചെയ്യാണ്. അപ്പൊ B എന്ന് പറഞ്ഞ ഡിക്ഷണറിയിൽ ABC BCD CDE എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. എനിക്ക് XYZ ഈ CDE എന്ന് പറഞ്ഞ പകരം എനിക്ക് XYZ കയറ്റണം എന്ന് വിചാരിക്കാം. സാധാരണ നമുക്കൊരു കീ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കീനെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. വൺസ് ആ കീ ക്രിയേറ്റ് ചെയ്ത കീ യൂണിക് ആയിരിക്കണം. മൾട്ടിപ്പിൾ കീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കീസിന് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഇമ്മ്യൂട്ടബിൾ ടൈപ്പ് ആണ്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നമുക്ക് ഒരു ഈസി മെത്തേഡ്, ഒരു ട്രിക്ക് ആണത്. അപ്പം നമ്മുടെ കയ്യിൽ ABC BCD CDE എന്ന് പറഞ്ഞിട്ട് 3 കീസ് ഉണ്ട്. ഞാൻ CDE എന്ന് പറഞ്ഞ കീനെ എടുത്തിട്ട് XYZ ആക്കാൻ പോവാണ്. അപ്പം അതിൽ ഞാൻ B എന്നാണ് നമ്മുടെ ഡിക്ഷണറിയുടെ പേര് എടുക്കുന്നത്. B ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് എൻ്റെ പുതിയ കീന്റെ പേര് കൊടുക്കാം. ഞാൻ ഇതിൽ XYZ എന്ന് പറഞ്ഞ പുതിയ കീന്റെ പേര് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് എന്ത് ചെയ്യാണ്, പോപ്പ് ചെയ്ത് കയറ്റാൻ പോവാണ്. ഞാൻ B.pop എന്ന് പറഞ്ഞിട്ട് BCDന്റെ അല്ല, ഞാൻ ഇതിൽ CDEന്റെ വാല്യൂ ആണ് എടുക്കുന്നത്. CDEന്റെ വാല്യൂ എടുക്കുക. അപ്പൊ പോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാം, പോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് കീ ആണ് കൊടുത്തത് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് ഇത് എടുത്ത് തരും. അറ്റ് ദ സെയിം ടൈം ആ ഒരു കീ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡിലീറ്റ് ആവും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ B എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ CDE എന്ന് പറയുന്ന ആ ഒരു കീ വാല്യൂ പേര് മാറിയിട്ട് അവിടെ XYZ എന്ന് ആയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ നമുക്ക് പോപ്പ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കീന്റെ പേര് മാറ്റിയിട്ട് പോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ആ സെയിം വാല്യൂവിൽ വേറൊരു കീന്റെ പേര് നമുക്ക് കയറ്റാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഡിലീറ്റിംഗ് ഓർ റിമൂവിംഗ് എലമെന്റ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പം അതിൽ ഒരു പർട്ടിക്കുലർ കീനെ മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒരു കീ വാല്യൂ പേരിനെ മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് വിചാരിക്കാം. അപ്പൊ അതിന് നമ്മൾ DL എന്ന് പറഞ്ഞ കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ B എന്ന് പറഞ്ഞ ഡിക്ഷണറിയിൽ ABC എന്ന് പറഞ്ഞ ആ ഒരു കീ വാല്യൂ പേരിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതിന് ഞാൻ DEL എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിക്ഷണറി സെലക്ട് ചെയ്തു. അതിലേക്ക് ഞാൻ ABC എന്ന് പറയുന്ന ആ ഒരു പേരിനെ സെലക്ട് ചെയ്തു. ഇനി ഞാൻ അതിൽ B എന്ന് പറയുന്ന എൻ്റെ ഡിക്ഷണറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ABC എന്ന് പറയുന്ന ആളുണ്ടാവില്ല, ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. ഇനി എനിക്കിത് മൊത്തം എൻ്റെ ആ ഒരു ഡിക്ഷണറി തന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, DEL എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുക. അതിന് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിക്ഷണറിയുടെ പേര് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ആ ഒരു ഡിക്ഷണറിനെ എൻ്റയർലി ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇനി ഞാൻ B ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ എറർ വരും. അതിൽ നെയിം എറർ B is not defined എന്ന് പറഞ്ഞിട്ട് നമുക്ക് എറർ വരും. ഇനി അടുത്തത് നമുക്കിനി കളയാനുള്ള വേറൊരു മാർഗം ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇവിടെ ഞാൻ എൻ്റെ B ഒന്നും കൂടി എടുക്കുകയാണ്. ഇതാണ് എൻ്റെ B വരുന്നത്. അപ്പം ഇതിൽ അപ്പം ഞാനിവിടെ B ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഡിക്ഷണറി വരും. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ക്ലിയർ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാണ്. അപ്പം ഞാൻ B.clear ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എനിക്കിപ്പം ഒരു എംപ്റ്റി ഡിക്ഷണറി അവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ഇനി ബി എന്താണെന്ന് ഞാൻ ഒന്നും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു എംപ്റ്റി ഡിക്ഷണറി ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, സോ അപ്പോൾ ബി എന്ന് പറയുന്നത് എംപ്റ്റി ഡിക്ഷണറി ആണ്. അങ്ങനെ ക്ലിയർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ എലമെന്റ്സും റിമൂവ് ചെയ്യാം, പക്ഷേ എൻ്റെ ഡിക്ഷണറി ഡിലീറ്റ് ആവുന്നില്ല. ഇനി അടുത്തത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് പോപ്പ് മെത്തേഡ് ആണ്. പോപ്പ് മെത്തേഡ് നമ്മൾ ഒരു വട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ കറസ്പോണ്ടിങ് എലമെന്റ് എന്താണോ അത് നമുക്ക് റിട്ടേൺ ആയിട്ട് വരും. അതുപോലെ തന്നെ ആ കീവാലി പേര് നമ്മുടെ ഒറിജിനൽ ഡിക്ഷണറിയിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോകും. പിന്നെ ഒരു മെത്തേഡ് ഇതിൽ പറയാനുള്ള പോപ്പ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പം എൻ്റെ ഒരു ഡിക്ഷണറി എന്ന് പറയുന്നത് C1 ആണ്. ഓക്കെ, C1 എന്ന് പറഞ്ഞ ഡിക്ഷണറി ഞാൻ എടുക്കാണ്. ഓക്കെ, ഇത്രയും എലമെന്റ്സ് ആണ് അതിൽ വരുന്നത്. ഞാൻ ഇതിൽ C1നെ പോപ്പ് ഐറ്റം എന്ന് പറഞ്ഞ മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോപ്പ് ഐറ്റം എനിക്ക് റീസെന്റ് നമ്മൾ കയറ്റിയ എലമെന്റ് എന്താണോ ആ എലമെന്റ് എനിക്ക് അത് റിട്ടേൺ ചെയ്ത് തരും. അറ്റ് ദ സെയിം ടൈം C1 നിന്ന് ഞാൻ പ്രിന്റ് C1 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഐറ്റത്തിന് അത് റിമൂവ് ആക്കിയിട്ടുണ്ടാവും. ഇപ്പൊ C അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല, ലാസ്റ്റ് എലമെന്റ് ആയിരുന്നു. ആ ലാസ്റ്റ് എലമെന്റിൽ ഇതിപ്പോ ലാസ്റ്റ് എലമെന്റ് എന്നല്ല, അത് എന്താണോ നമ്മൾ ലാസ്റ്റ് കയറ്റിയത്, റീസെന്റ് ആയിട്ട് നമ്മൾ എന്താണോ എൻ്റർ ചെയ്തത് ആ ഐറ്റത്തിന് പോപ്പ് ഐറ്റം നമുക്ക് അത് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് തരും. അതേപോലെ തന്നെ അത് റിട്ടേൺ ചെയ്ത് തരും. ആണ് പോപ്പ് ഐറ്റം എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിക്ഷണറിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ബിൽറ്റ് ഇൻ മെത്തേഡ്സും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് കോപ്പി ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് A1 എന്ന് പറയുന്ന ഒരു വാരിയബിളിലേക്ക് എൻ്റെ C1 എന്ന് പറയുന്ന ആ ഒരു ഡിക്ഷണറിനെ കോപ്പി ചെയ്യണമെങ്കിൽ C1 ഡോട്ട് കോപ്പി എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഇനി ഞാൻ എൻ്റെ A1 എന്ന് പറയുന്ന വാരിയബിൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഈ C1 എന്ന് പറയുന്ന ആ ഒരു ഡിക്ഷണറി കോപ്പി ആയിട്ടുണ്ടാവും. ഇനി അടുത്തത് സെറ്റ് ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കീ വാല്യൂ പെയറിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ഡിഫോൾട്ട് ഉപയോഗിക്കുന്ന സമയത്ത് കീ എക്സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ അപ്ഡേറ്റ് ആവില്ല. ഓക്കെ, കീ എക്സിസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ന്യൂ കീ വാല്യൂ പെയർ അതിലേക്ക് അപ്ഡേറ്റ് ആയി കയറിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം. സെറ്റ് ഡിഫോൾട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ A1 എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ ഞാൻ സെറ്റ് ഡിഫോൾട്ട് എന്ന് പറയുന്ന എൻ്റെ മെത്തേഡ് യൂസ് ചെയ്യാണ്. അതിലേക്ക് ഞാൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കീയിലേക്ക് ഇപ്പം ഞാൻ ABC എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ കീയിലേക്ക് ഞാൻ വേറൊരു വാല്യൂ കേട്ടാണെന്ന് വിചാരിക്കും. ഇപ്പം അതിന്റെ വാല്യൂ ഞാൻ കൊടുക്കാൻ പോകുന്നത് 1000 ആണ്. പക്ഷെ ഞാനത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് അപ്ഡേറ്റ് ആവത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാനത് എക്സിക്യൂട്ട് ചെയ്തതിന് ABC ആ ഒരു വാല്യൂ അപ്ഡേറ്റ് ആവത്തില്ല. ഇപ്പൊ ഞാൻ ABCD എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കീ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് 1000 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പുതിയ കീ വാല്യൂ പേര് അതിലേക്ക് കയറിക്കോളും. ഓക്കെ, അപ്പം ഇതുവരെ നമ്മൾ ഉപയോഗിച്ചതിൽ നമ്മൾ മെത്തേഡുകളിൽ നമ്മളിപ്പം ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കീ കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു കറസ്പോണ്ടിങ് വാല്യൂ കൊടുക്കുമ്പോൾ ആ വാല്യൂ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത്. പക്ഷെ സെറ്റ് ഡിഫോൾട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ എന്താണോ അതോടെ കിടന്നോളും, അത് മാറത്തില്ല. പക്ഷെ പുതിയൊരു കീ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കീ വാല്യൂ പേര് അതിലേക്ക് അപ്ഡേറ്റ് ആവും. അതാണ് സെറ്റ് ഡിഫോൾട്ട് ഫംഗ്ഷൻ വരുന്നത്. ഇനി അടുത്ത നമ്മളിതിൽ സോർട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പോവാണ്. സോർട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് സോർട്ടിൽ ഡിക്ഷണറിനെ സോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ കീസിനെയും സോർട്ട് ചെയ്യാൻ പറ്റും, വാല്യൂസിനെയും സോർട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മളിതിൽ സോർട്ടഡ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോർട്ടഡ് ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേര് കൊടുത്തു. ഞാൻ അതിലേക്ക് സോർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ മെത്തേഡ്, അതിന് മുന്നേ സോർട്ടഡ് ഉപയോഗിക്കുന്നതിനെക്കാട്ടും മുന്നേ എനിക്കത് ഡിക്ഷണറി ആയിട്ട് തന്നെ കിട്ടണം. അപ്പം ഞാൻ ഡിക്ഷണറി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ സോർട്ടഡ് എന്ന് പറഞ്ഞ എൻ്റെ മെത്തേഡ് ഞാൻ സെലക്ട് ചെയ്തു. മെത്തേഡ് സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഐറ്റംസിനെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പം നമ്മളിത് ഡയറക്റ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്കിതിൽ കീസ് ആണ് ഓർഡർ ആയിട്ട് വരിക. ഇപ്പം നമ്മൾ കീസിനെ ബേസ് ചെയ്തിട്ട് അതിനെ സോർട്ട് ചെയ്യാണ് ചെയ്തത്. ഇനി നമുക്കിതിനെ റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ഒരു കോമ കൊടുക്കുക. ദെൻ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, അതിൽ ഒരു പാരാമീറ്റർ ഉണ്ട്. അത് നമ്മൾ വന്നിട്ട് ട്രൂ എന്ന് പറഞ്ഞ ബൂലിയൻ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവും, ഇത് റിവേഴ്സ് ഓർഡറിൽ സോർട്ടഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഇത് റിവേഴ്സ് ഓർഡറിൽ സോർട്ട് ആവുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്തത് വരുന്നത്, അടുത്തൊരു ഇത് വരുന്നത്. അപ്പം വാല്യൂസിനെ സോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന ഡിക്ഷണറി അതുപോലെ തന്നെ ലിസ്റ്റുകൾ ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഒന്നില്ലെങ്കിൽ ഇൻഡിജർ അല്ലെങ്കിൽ സ്ട്രിംഗ്, അതിനെ മാത്രമാണ് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ നെസ്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ലിസ്റ്റ് ആൻഡ് ഡിക്ഷണറി അതുപോലെ ടപ്പിളോ സെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നമുക്ക് ആദ്യം അതിനെ എടുത്ത് റിമൂവ് ചെയ്യണം. നമുക്ക് ഈ ഇപ്പം സോർട്ടഡ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഡിക്ഷണറിനെ A1 എന്ന് പറയുന്ന ഡിക്ഷണറിനെ നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫിൽട്ടേഡ് ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലിസ്റ്റ് കോംപ്രഹെൻഷൻ വെച്ചിട്ട് ഇൻഡിജർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഇൻസ്റ്റൻസസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കെ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് കീ വാല്യൂ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് കെ ആൻഡ് ബി എടുക്കേണ്ടത് A1 ഡോട്ട് ഐറ്റംസ് എന്നാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇഫ് ഈസ് ഇൻസ്റ്റൻസസ്, ഈ വാല്യൂ എന്ന് പറയുന്ന ആള് ഇൻഡിജർ ആണെങ്കിൽ മാത്രം അതിനെ സെലക്ട് ചെയ്ത് എടുത്താൽ മതി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫിൽറ്റേഡ് ഡിക്ഷണറി സെലക്ട് ചെയ്യുമ്പോൾ
എനിക്ക് പിന്നെ ഇതിൽ നെസ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ലിസ്റ്റ് ആൻഡ് ഡിക്ഷണറി വാല്യൂസ് ഇതിൽ വന്നിട്ടുണ്ടാവില്ല. ഇനി അടുത്തത് ഞാൻ ഈ ഫിൽറ്റേഡ് ഡിക്ഷണറിനെ ഞാൻ വീണ്ടും സോർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ സോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാംഡ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിതിൽ ലാംഡ എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിച്ചു. ഇതിൽ ഞാനൊരു ഐറ്റം എന്ന് പറയുന്ന ഒരു വാല്യൂബിൾ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഐറ്റത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റ്. ഈ ഐറ്റം എന്ന് പറയുന്നത് എവൻ ഡോട്ട് ഐറ്റംസ് എന്ന് പറയുന്ന ആ ഒരു ടപ്പിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എവൻ ഡോട്ട് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടപ്പിൾ ഓഫ് വാല്യൂസ് ആണ് കിട്ടുന്നുണ്ട്. ടപ്പിൾ ഓഫ് ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ കുറച്ച് ടപ്പിൾ ആയിട്ടായിരിക്കും നമ്മുടെ ഡിക്ഷണറിന്റെ ഉള്ളിലത്തെ ഈ വാല്യൂ പേസ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ടപ്പിളിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്, വാല്യൂസിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ലാംഡയുടെ ഉള്ളിൽ നിന്ന് ഒരു ഐറ്റം സെലക്ട് ചെയ്യുക. ഓരോ ഐറ്റത്തിന്റെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ടപ്പിൾ ആണ് വരുന്നത്. ആ ടപ്പിളിന്റെ ഉള്ളിലത്തെ ഫസ്റ്റത്തെ ഇൻഡെക്സിനെ സെലക്ട് ചെയ്യുക. ഫസ്റ്റത്തെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത് 0th ഇൻഡെക്സ് ആയിരിക്കും, ഫസ്റ്റ് ഇൻഡെക്സ് ആയിരിക്കും. ആ ഇൻഡെക്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ള രീതിക്കാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഫിൽറ്റേഡ് ഡിക്ഷണറി ആണ് കൊടുക്കേണ്ടത്. A1 ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം A1ന്റെ ഉള്ളിൽ നെസ്റ്റഡ് ആയിട്ടുള്ള വാല്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഫിൽറ്റേഡ് ഡിക്ഷണറിയുടെ പേര് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് റിവേഴ്സ് എന്നുള്ള ആ ഒരു സെക്ഷൻ ഞാൻ മാറ്റാണ്. എന്നിട്ട് ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ABC പിന്നെ B ABC എന്ന് പറഞ്ഞിട്ട് ഇതിൽ 100 വാല്യൂ നമുക്ക് സോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. ഇനി എനിക്കിത് റിവേഴ്സ് ഓർഡറിൽ ആദ്യം 1000 500 അങ്ങനെ ഒരു ഓർഡറിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് റിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പേരും കൂടി, ആ ഒരു പാരാമീറ്ററും കൂടി യൂസ് ചെയ്യണം. ഞാൻ റിവേഴ്സ് എന്ന് പറയുന്ന പാരാമീറ്റർ ഇതിൽ കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ ട്രൂ എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ട്രൂ കൊടുക്കുന്ന സമയത്ത് റിവേഴ്സ് ഇസ് ഈക്വൽ ടു ട്രൂ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം 1000 പിന്നെ 500 എന്നുള്ള രീതിക്ക് വാല്യൂസ് അസൈൻ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോർട്ടഡ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ അല്ല ഇത്, ആക്ച്വലി ഇതൊരു ചെക്ക് മെത്തേഡ് ആണ്. അതായത് ഒരു ഡിക്ഷണറി എം ടി ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു എം ടി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പം എൻ്റെ A2 എന്ന് പറയുന്ന ഒരു എം ടി ഡിക്ഷണറി കിടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ ഡിക്ഷണറി എം ടി ആണോ അല്ല എനിക്കിപ്പോൾ അത് അറിയില്ല, പക്ഷെ ഞാൻ ചെക്ക് ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നോട്ട് ബോൾ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ C എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അതിലേക്ക് നോട്ട് ബോൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഇപ്പം ക്രിയേറ്റ് ചെയ്ത A2 എന്ന് പറഞ്ഞ ഡിക്ഷണറി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇനി ഞാൻ പ്രിന്റ് C അല്ലെങ്കിൽ C പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ട്രൂ വരും. കാരണം A2 എന്ന് പറയുന്നത് ബുൾ അല്ല. പിന്നെ ഞാൻ A2ന്റെ ഉള്ളിൽ എന്തെങ്കിലും കുറച്ച് എലമെന്റ്സ് കൊടുന്നിടാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ABC 300 500 വരെയുള്ള എലമെന്റ്സ് ഇതിൽ കൊടുന്നിടാണ്. ഇനി ഞാൻ A2നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോൾസ് വരും. കാരണം A2ൽ ഇപ്പോൾ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡിക്ഷണറി എം ടി ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് നോട്ട് ബോൾ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നോട്ട് ബോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഡിക്ഷണറി എം ടി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രൂ എന്ന് പറയുന്ന ബുലിയൻ വാല്യൂ ആൻസർ ആയിട്ട് വരും. അതിൻ്റെ ഉള്ളിൽ എലമെന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഫോൾസ് എന്ന് പറയുന്ന ബുലിയൻ വാല്യൂ ആൻസർ ആയിട്ട് വരും. വിച്ച് മീൻസ് അതിൻ്റെ ഉള്ളിൽ എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പം വലിയ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിക്ഷണറി എം ടി ആയിട്ട് കിടക്കുകയാണോ അല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയും നിങ്ങൾക്ക് എടുത്ത ക്ലാസ് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. വ്യക്തമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.